राधे 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 മാനസരോവർ എന്നൊരു പറയുന്ന തീർത്ഥമാണ്. ഇത് മാനസരോവർ എന്ന് പറഞ്ഞാൽ പൊതുവെ കൈലാസത്തിലാണ്. വൃന്ദാവനത്തിൽ എന്തിനാ മാനസരോവർ? അപ്പൊ ഇതിന്റെ കഥ പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ രാസലീലയാടി. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ രാസലീലയാടി ഭഗവാന്റെ കൂടെ രാസലീലയിലാടിയ രാധാറാണി അവർ വളരെയധികം ടയേർഡായതാണ്. ആ സമയത്ത് കഥ പറയുന്നത് ഭഗവാനെ കാണാൻ വേണ്ടി ലക്ഷ്മി ദേവി വന്നതാണ്. അപ്പൊ ഈ ലക്ഷ്മിയുടെ അടുത്തേക്ക് പോകണോ, വിഷ്ണു ഭഗവാനാണ് കൃഷ്ണൻ എന്ന ബോധത്തോടുകൂടിയിട്ടാണ് ഇരിക്കുന്നത്, രാധയുടെ അടുത്തേക്ക് പോകണോ എന്നുള്ള കൺഫ്യൂഷനായി. അങ്ങനെ ഭഗവാൻ തീരെ അടിയുന്നതാണ്. ലഡു ഗോപാലിന്റെ രൂപം എടുത്തിട്ട് ലക്ഷ്മിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു എനിക്ക് വിശക്കുന്നു. അപ്പൊ ലക്ഷ്മി അമ്മയുടെ കുടുംബത്തില് ഭക്ഷണം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ നേരെ അങ്ങനെ കൃഷ്ണൻ ഇവിടെ വന്നതാണ്. രാധയ്ക്ക് കൃഷ്ണനെ കാണാതെ സങ്കടം വന്നിട്ട് കാത്തിരുന്ന് കണ്ണുനീര് വീണ സ്ഥലം പിന്നീട് സരോവരായി മാറി. അങ്ങനെ ഈ മാനസരോവർ എന്നൊരു പേരില്ല. നമ്മുടെ സാധാരണ മാനസരോവർ എന്ന് പറയുന്നതല്ല, ഇത് രാധയുടെ മാനസരോവറാണ്. അങ്ങനെ തീർത്ഥസ്ഥലമാണ് ഈ മാനസരോവർ. ഇതൊന്നും നമ്മൾ സാധാരണ വൃന്ദാവനത്തിൽ വരുമ്പോൾ കാണില്ല. കാരണം ഇങ്ങനെ ഒരു യാത്രയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇതൊക്കെ ഈ തീർത്ഥങ്ങളിൽ എല്ലാവരും പതുക്കെ നല്ല സ്ലിപ്പറിയാണ്. പതുക്കെ ഇറങ്ങിയിട്ട് ഒരു ഗ്രൂപ്പ് ഇറങ്ങിയിട്ട് പിന്നെ ഒരു ഗ്രൂപ്പ് പതുക്കെ തീർത്തൊക്കെ എടുത്ത് സേവിച്ച് കൊടുക്കുന്നു. അപ്പൊ ഇതിന്റെ പേരെന്താണ്? आ नहीं पाओगे, पकड़ के जाइए साकर।
ക്യാമറ അവിടെ, ക്യാമറ അവിടെ, ഞാൻ അവിടെ അവിടെ. എന്തോ ആ റെഡി. എല്ലാവരും ഹരി ഒറ്റ ശബ്ദം. ഹരി ഹരി മതി, ഹരി. അവിടെ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞു. രാധേ രാധേ. राधे राधे।